ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2015 റിലീസായ ഒരു അടിപൊളി അമേരിക്കൻ കോമഡി ഡ്രാമ അഡ്വഞ്ചർ മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ്. അടിപൊളി മൂവിയാണ്. പേഴ്സണലി ഇതെന്റെ ഒരു ഫേവറേറ്റ് മൂവി കൂടിയാണ്. സോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. മൂവിയുടെ ആരംഭത്തിൽ ഒരു ദിനോസർ അമ്മയും അച്ഛനും അവരുടെ 3 മുട്ടകൾ വിരിയുന്നത് നോക്കി ഇരിക്കുകയാണ്. അങ്ങനെ അതിലെ ആദ്യത്തെ മുട്ട വിരിയുന്നതും അതിൽ നിന്നും ഒരു ദിനോസർ കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. അവന് ലിബി എന്ന് പേരിടുകയാണ്. അങ്ങനെ രണ്ടാമത്തെ മുട്ട വിരിഞ്ഞ് അതിൽ നിന്നും കുറുമ്പനായ ഒരു ദിനോസർ കുഞ്ഞ് പുറത്തേക്ക് വരികയാണ്. ജനിച്ചയുടനെ ഓടിച്ചാടി നടന്ന ഒരു വടിയെടുത്ത് എല്ലാവരെയും അടിക്കുകയാണ് ആ കുറുമ്പൻ. അവർ ബക്ക് എന്ന് പേരിടുന്നു. ഈ സമയം മുട്ടകളിൽ ഏറ്റവും വലിയ മുട്ട വിരിയാനായി പോവുകയാണ്. ഇത് കാണുന്ന ദിനോസർ അമ്മയും അച്ഛനും അതൊരു വലിയ ശക്തനായ ദിനോസർ കുഞ്ഞായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ആ വലിയ മുട്ട വിരിയുന്നു. എന്നാൽ അതിലവർക്ക് കാണാനായത് ഒരു കുഞ്ഞൻ ദിനോസറിനെയാണ്. അവനെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവന് എർലോ എന്ന് പേരിടുകയാണ്. അവനോട് പുറത്തേക്ക് വരാനായി പറയുമ്പോൾ എർലോ പേടിച്ച് പുറത്തേക്ക് വരുന്നു. എന്നാൽ ശരിക്കും നടക്കാൻ പോലും സാധിക്കാത്ത എർലോ അവിടെ വീഴുന്നതും കുറുമ്പനായ ബക്ക് അവനെ വടികൊണ്ട് അടിക്കുകയാണ്. അത് കാണുന്ന ദിനോസർ അച്ഛൻ ബക്കിനെ ചീത്ത പറഞ്ഞ് ഓടിക്കുന്നു. അങ്ങനെ ദിനോസർ അച്ഛൻ അവരെ ഫാമിലിയെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ അവർ 3 പേരും വലുതാവുന്നു. ലിപ്പിയും ബക്കും ഇപ്പോൾ അവരുടെ അച്ഛനെയും അമ്മയെയും ചോളം കൃഷിയിൽ സഹായിക്കുന്നു. പക്ഷേ അർലോ ഇപ്പോഴും വളരെ ചെറുതും പേടിയുള്ളവനും ആയിരുന്നു. ദിനോസർ അച്ഛൻ അവനോട് പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവനെ മനസ്സിലാക്കുമായിരുന്നു. എന്നാൽ അർലോയുടെ പേടി കാരണം അവനെ ഏൽപ്പിക്കുന്ന ജോലികളൊന്നും അവന് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വിന്റർ സീസൺ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദിനോസർ അമ്മയും അച്ഛനും അവർക്ക് വേണ്ട ഫുഡെല്ലാം നേരത്തെ തന്നെ കൃഷി ചെയ്ത് ശേഖരിച്ചു വെക്കുമായിരുന്നു. അവർ ചോളം ശേഖരിക്കുന്ന ആ സ്ഥലത്തെ കല്ലിൽ അവരുടെ ഫുട് പ്രിന്റ് പതിക്കുകയാണ്. ഇത് കണ്ട് ആ 3 കുഞ്ഞുങ്ങളും ഫുട് പ്രിന്റ് പതിപ്പിക്കാൻ നോക്കുകയും ദിനോസർ അച്ഛൻ അവരെ തടയുകയും ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ജോലി എന്നാണോ കൃത്യമായി ചെയ്തു തീരുന്നത് അന്ന് നിങ്ങൾക്ക് ഫുട് പ്രിന്റ്സ് പതിപ്പിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ബക്ക് അവന്റെ ജോലി കംപ്ലീറ്റ് ചെയ്ത് അവന്റെ ഫുട് പ്രിന്റ് പതിപ്പിക്കുന്നു. ലിപ്പിയും കൃഷിപ്പണിയിൽ അവരെ ഹെൽപ്പ് ചെയ്ത് അവളും ഫുട് പ്രിന്റ് പതിപ്പിക്കുന്നു. എന്നാൽ അർലോ മാത്രം അവന്റെ പേടി കാരണം ഒരു പണിയും ചെയ്യാതെ ഫുട് പ്രിന്റ് പതിപ്പിക്കാൻ സാധിക്കാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന് ഒരുപാട് വിഷമമാവുന്നു. അങ്ങനെ അടുത്ത ദിവസം ബക്ക് അർലോയെ പേടിപ്പിക്കുകയാണ്. ഇത് കണ്ട ദിനോസർ അച്ഛനും അമ്മയും ബക്കിനെ ചീത്ത പറയുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനും ഫുട് പ്രിന്റ് പതിപ്പിക്കുമെന്ന് അർലോ പറയുകയാണ്. അങ്ങനെ നേരം രാത്രിയാവുന്നു. ദിനോസർ അച്ഛൻ അർലോയും കൊണ്ട് ഒരു പുൽമേട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ആ മനോഹരമായ കാഴ്ച അവന് കാണിച്ചു കൊടുക്കുന്നു. അതുമാത്രമല്ല പേടി മാറ്റിയാലാണ് നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ ചോളം കൃഷി ചെയ്ത് ശേഖരിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് ഏതോ മൃഗം ഫുഡ് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ദിനോസർ അച്ഛൻ ആ മൃഗത്തെ കണ്ടുപിടിച്ച് കൊല്ലാനുള്ള ജോലി അർലോയെ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അർലോയ്ക്കും ഫുട് പ്രിന്റ് പതിപ്പിക്കാമെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ മൃഗത്തെ പിടിക്കാനുള്ള ഒരു കെണി ഒരുക്കുകയാണ്. നോക്കുമ്പോൾ ആ കെണിയിൽ കാട്ടിലെ ഒരു കുട്ടി വന്ന് പെടുന്നു. കുട്ടിയുടെ അലർച്ച കേട്ട് അർലോ പേടിക്കുകയും അവനെ വെറുതെ വിടുകയും ചെയ്യുന്നു. ഇത് കണ്ടുവന്ന ദിനോസർ അച്ഛൻ ആ കുട്ടിയെ കൊല്ലാതെ വെറുതെ വിട്ടതിന് അർലോയെ ചീത്ത പറയുകയാണ്. അതിനുശേഷം അവനെയും കുട്ടിയെ കണ്ടുപിടിക്കാനായി കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അർലോ അച്ഛനോട് തിരിച്ചു പോവാമെന്ന് പറയുന്നു. കാരണം കാലാവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആകാശം കറുത്തിരുണ്ട് മഴ പെയ്യാനും ഇടിവെട്ടാനും തുടങ്ങി. ഇത് കണ്ട് അർലോയ്ക്ക് വളരെ പേടിയാകുന്നു. അപ്പോൾ ദിനോസർ അച്ഛൻ ഇന്ന് തന്നെ ആ കുട്ടിയെ കണ്ടുപിടിച്ച് കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്നു. പെട്ടെന്ന് അർലോയുടെ കാൽ സ്ലിപ്പായി അവൻ വീഴുകയാണ്. ഇത് കണ്ട ദിനോസർ അച്ഛൻ അവന്റെ അടുത്തേക്ക് വരികയും അവനെ കൊണ്ടുവന്നതിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. കാലാവസ്ഥ വളരെ മോശമായി ഒരു വെള്ളപ്പൊക്കം തന്നെ രൂപപ്പെടുന്നു. ദിനോസർ അച്ഛൻ അർലോയെ വേഗം തന്നെ കല്ലിന്റെ മുകളിലേക്ക് എടുത്ത് ഇടുകയും സ്വയം രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും കാല് സ്ലിപ്പായി ദിനോസർ അച്ഛൻ വെള്ളപ്പൊക്കത്തിൽ വീണ് മരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുന്നു. ദിനോസർ അമ്മയ്ക്ക് തീരെ വയ്യാതായിരിക്കുന്നു. വിന്റർ സീസണിലേക്ക് ഫുഡ് ശേഖരിക്കാൻ സഹായത്തിനായി അർലോയും കൂടെയുണ്ട്. അങ്ങനെ വീണ്ടും അർലോ ആ കുട്ടിയെ കാണുകയാണ്. കുട്ടിയെ പിടിക്കാൻ പുറകെ ഓടുന്ന സമയത്ത് അവനൊരു പുഴയിലേക്ക് വീഴുന്നു. അവസാനം അവനൊരു സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. പിന്നീട് ആ കുട്ടിയെ അവൻ വീണ്ടും കാണുന്നു. അർലോ വീണ്ടും അവന്റെ പുറകെ പോകുകയാണ്. അപ്പോൾ അവൻ അവിടെ ഒരു പുഴ കാണുകയും വീടിന്റെ വഴി കണ്ടുപിടിക്കണമെങ്കിൽ പുഴയുടെ തീരത്ത് കൂടി നടന്നാൽ മതിയെന്ന് അവന്റെ അച്ഛൻ പറഞ്ഞത് അവൻ ഓർക്കുന്നു.
അങ്ങനെ അവൻ പുഴയുടെ തീരം വഴി നടന്നു നീങ്ങുന്നു. അപ്പോൾ അവിടെ ഒരു മരത്തിൽ കുറച്ച് പഴങ്ങൾ നിൽക്കുന്നത് കാണുകയും അത് കഴിക്കാനായി നിൽക്കുമ്പോൾ അവൻ സ്ലിപ്പായി താഴെ വീഴുകയും അർലോയുടെ കാൽ ഒരു പാറക്കല്ലിന്റെ ഉള്ളിൽ കുടുങ്ങുകയും ചെയ്യുന്നു. ആ രാത്രി മുഴുവൻ അവൻ അവിടെ തന്നെ കിടക്കുകയാണ്. രാവിലെ എണീറ്റതും അവന്റെ കാൽ പുറത്തേക്കെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കുട്ടിയുടെ കാൽപാദം അവിടെ കാണുകയും അവനാണ് കാലെടുക്കാൻ സഹായിച്ചതെന്നും അർലോയ്ക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം അർലോ അവനു വേണ്ടി ഒരു വീട് നിർമ്മിക്കുന്നു. നോക്കുമ്പോൾ ആ കുട്ടി അർലോയ്ക്ക് കഴിക്കാനായി ഒരു പല്ലിയെ പിടിച്ചു കൊണ്ടുവരുന്നു. അതിനെ കാണുന്നതും അർലോ പേടിക്കുകയാണ്. വീണ്ടും ആ കുട്ടി ഒരു വലിയ പ്രാണിയെയും കൊണ്ടുവന്ന് അതിനെ കടിച്ചു തിന്നു എന്ന് പറയുന്നു. എന്നാൽ അർലോ അതും കഴിക്കുന്നില്ല. അപ്പോഴാണ് അവൻ വെജ് മാത്രമേ കഴിക്കൂ എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ആ കുട്ടി അർലോ കഴിക്കാൻ ആഗ്രഹിച്ച പഴം കൊണ്ടുവരികയും അത് കഴിക്കുകയും ചെയ്യുന്നു. ഇനിയും ആ പഴങ്ങൾ കൊണ്ടുവരാൻ അർലോ പറയുമ്പോൾ അവനെയും കുട്ടി ആ പഴങ്ങളുള്ള മരത്തിന്റെ അടുത്തേക്ക് ആ കുട്ടി പോവുകയാണ്. പോകുന്ന വഴിയിൽ മലകളായതിനാൽ പൊക്കം കൂടുന്തോറും വീതി കുറഞ്ഞു വരികയും അർലോയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു. കുറച്ച് നടന്നു കഴിയുമ്പോൾ വഴിയിൽ പാറ പൊളിഞ്ഞത് അവർ കാണുകയാണ്. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുട്ടി അർലോയുടെ കാലിന്റെ ഇടയിലൂടെ എഴഞ്ഞു ചെന്ന് പിന്നിൽ പോയ അർലോയെ ബലമായി തള്ളുകയും അർലോ പേടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. വേറെ വഴിയൊന്നുമില്ലാതായ ആ കുട്ടി അർലോയുടെ വാലിൽ ഒരു കടി കൊടുക്കുന്നു. പെട്ടെന്ന് അർലോ ചാടി അപ്പുറത്തെ പാറയിൽ കടിച്ചു നിൽക്കുകയും കുട്ടി സുഖമായി അവന്റെ പുറത്തുകൂടി നടന്ന് അപ്പുറത്തെ പാറയിൽ എത്തുന്നു. അതിനുശേഷം അർലോ ചാടി കയറുകയാണ്. അങ്ങനെ മരത്തിന്റെ അടുത്തെത്തിയതും ആ കുട്ടി അർലോയെ അത് കഴിക്കാതിരിക്കാൻ തടയുന്നു. പക്ഷേ അർലോ അത് കഴിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഒരു പാമ്പ് അവന്റെ ശരീരത്തിലേക്ക് വീഴുന്നത്. ഇത് കണ്ടതും അവൻ ഒരുപാട് പേടിക്കുന്നു. അങ്ങനെ ആ കുട്ടി പാമ്പുമായി ഫൈറ്റ് ചെയ്ത് അവനെ അവിടെ നിന്നും രക്ഷിക്കുകയാണ്. ആ സമയം അർലോ ആ കാട്ടിൽ ഒരു പെറ്റ് കളക്ടറിനെ കാണുന്നു. അത് ആ കുട്ടിയുടെ പേര് ചോദിക്കുന്നു. എന്നിട്ട് ഓരോ പേരുകൾ വിളിച്ചു നോക്കുന്നു. അവസാനം അർലോ കുട്ടിയെ സ്പോട്ട് എന്ന് വിളിക്കുമ്പോൾ അവൻ വരികയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള സൗഹൃദം അവിടെ തുടങ്ങുന്നു. അങ്ങനെ അവർ തിരിച്ചു പോവാൻ നിൽക്കുമ്പോൾ പെറ്റ് കളക്ടറുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബേഡ് വന്ന് അർലോയെ ഉപദ്രവിക്കുകയാണ്. സ്പോട്ടും അർലോയും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും അവരെ പിന്തുടർന്ന് ആ ബേഡും അതിനെ പിന്തുടർന്ന് ആ പെറ്റ് കളക്ടറും വരുന്നു. അവരിൽ നിന്നും രക്ഷപ്പെടാനായി അർലോയും സ്പോട്ടും ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ പെറ്റ് കളക്ടർ പോയതിനു ശേഷം അവർ രണ്ടുപേരും പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കാടും മേടും മലകളും കയറി പോവുകയാണ്. അപ്പോൾ സ്പോട്ട് ഒരു അണ്ണാനെ കാണുകയും അതിനു പിന്നാലെ പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ അണ്ണാൻ പൊത്തിൽ കയറി ഒളിക്കുന്നു. അവർ മണ്ണിനടിയിലാണ് താമസിക്കുക. ഇത് കണ്ട സ്പോട്ട് കുഴിയിൽ ഊതുകയും മറ്റേ കുഴിയിൽ നിന്ന് അണ്ണാൻ കുഞ്ഞുങ്ങൾ പുറത്തു ചാടുകയും ചെയ്യുന്നു. അവൻ അതൊരു കളിയായി മാറി. ഇത് കണ്ട അർലോയും അവനോടൊപ്പം കളിക്കുകയാണ്. ഉള്ള ശക്തിയെല്ലാം എടുത്ത് അർലോ കുഴിയിൽ ഊതുമ്പോൾ എല്ലാ അണ്ണാൻ കുഞ്ഞുങ്ങളും മുകളിലേക്ക് ചാടി താഴേക്ക് തന്നെ വീഴുന്നു. അങ്ങനെ ആ അണ്ണാൻ കുഞ്ഞുങ്ങളെല്ലാം അർലോയുടെ കാലിൽ കയറുകയും അവൻ ജീവനും കൊണ്ട് ഓടിച്ചെന്ന് വീഴുന്നത് ഒരു കുളത്തിലേക്കാണ്. അങ്ങനെ നീന്താൻ അറിയാതെ അവൻ അവിടെ കഷ്ടപ്പെടുമ്പോൾ സ്പോട്ട് അർലോയെ നീന്താൻ പഠിപ്പിച്ച് അവിടെ നിന്നും രക്ഷിക്കുന്നു. നോക്കുമ്പോൾ അർലോയുടെ മേത്ത് അട്ടകൾ ഇരിക്കുന്നു. ഇത് കണ്ടതും പേടിച്ചോടുന്നു. അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ കുറച്ച് പഴങ്ങൾ കിടക്കുന്നത് കാണുകയും അത് കഴിച്ച് രണ്ടുപേരും മത്ത് പിടിച്ച് ഇരിക്കുകയാണ്. മത്ത് കാരണം അവർ ആകാശത്തിലൂടെ പറക്കുന്നതായി തോന്നുന്നു. അങ്ങനെ രാത്രിയാവുന്നു. അവർ ഒരു മിന്നാമിനുങ്ങിനെ കാണുകയാണ്. ഇത് കാണുന്നതും അർലോയ്ക്ക് അച്ഛൻ കാണിച്ചു കൊടുത്തത് ഓർമ്മ വരുന്നു. അപ്പോൾ തന്നെ അർലോ അവന്റെ വാലുകൊണ്ട് പുല്ലിൽ കറക്കുന്നു. ആ സമയം മിന്നാമിനുങ്ങുകൾ അവിടെ മൊത്തം പാറി പറക്കാൻ ആരംഭിക്കുന്നു. ഇത് കാണുന്ന സ്പോട്ടിന് വളരെ സന്തോഷമാവുന്നു. സ്പോട്ട് ഒരു മിന്നാമിനുങ്ങിനെ ഫോളോ ചെയ്ത് അതിനെ കൈകൊണ്ട് പിടിച്ച് കൈയിനുള്ളിൽ വെക്കുന്നു. അപ്പോൾ അതിന്റെ ലൈറ്റ് പോകുന്നു. പിന്നീട് അർലോ വന്ന് ഊതുമ്പോൾ ലൈറ്റ് വരികയും അത് പറക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് ആകാശത്തേക്ക് പോകുന്നതും അർലോയ്ക്ക് തന്റെ ഫാമിലിയെ മിസ് ചെയ്യുന്നു. അങ്ങനെ അർലോ ഫാമിലിയെ കുറിച്ച് സ്പോട്ടിന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ സ്പോട്ടും അവന്റെ ഫാമിലിയെ കാണിച്ചു കൊടുക്കുകയാണ്. അർലോയ്ക്ക് അവന്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്പോട്ട് വന്ന് അർലോയുടെ കാലിൽ കിടന്ന് അവനെ സമാധാനിപ്പിക്കുകയാണ്. രണ്ടുപേരും അവരെ ഫാമിലിയെ ഒരുപാട് മിസ് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ അവർ എണീറ്റ് നടക്കാൻ ആരംഭിക്കുകയാണ്. നോക്കുമ്പോൾ കാലാവസ്ഥ വളരെ മോശമാവുകയും അർലോയ്ക്ക് അവന്റെ അച്ഛൻ മരണപ്പെട്ടത് ഓർമ്മ വന്ന് സങ്കടമാവുകയും ചെയ്യുന്നു. അവൻ പേടിച്ച് ഒരു മരത്തിന് പിന്നിൽ ഒളിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ ആ പുഴ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വളരെ പേടിയും സങ്കടവും ആവുന്നു. മുകളിലേക്ക് നോക്കുന്ന അവൻ കുറച്ച് പക്ഷികളെ കാണുകയും അവരെ വിളിച്ച് വഴി ചോദിക്കുകയും ചെയ്യുന്നു. അവരുടെ പേര് തണ്ടർ എന്നാണ്. എന്നാൽ സ്പോട്ട് അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അവനെ കണ്ടാൽ ഈ തണ്ടേഴ്സ് എല്ലാം
എല്ലാം അവനെ ഭക്ഷിക്കും. അതുകൊണ്ട് തന്നെ ആർലോയ്ക്ക് കൂട്ടുകാരനെ ഓർത്ത് പേടിയായിരുന്നു. പക്ഷേ തണ്ടർ ഒളിച്ചിരിക്കുന്ന സ്പോട്ടിനെ കാണുന്നു. അപ്പോൾ തന്നെ ആർലോ അവനെയും കൂട്ടി ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ അവർ 3 ദിനോസറിനെ കാണുകയും തണ്ടറിന്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. മൗണ്ടന്റെ അടുത്താണ് അവരുടെ വീട്, എങ്ങനെയെങ്കിലും വഴി കണ്ടുപിടിച്ച് രക്ഷിക്കണമെന്ന് പറയുകയാണ്. പക്ഷേ അവർക്കിപ്പോൾ സമയമില്ല, കന്നുകാലികളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് സ്പോട്ട് അവരെ മണത്ത് കണ്ടുപിടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകാൻ യാത്രയാവുന്നു. മൗണ്ടൻ കാണുമ്പോൾ അവർ ഒരുപാട് സന്തോഷിക്കുന്നു. അവർ ഹാപ്പി ആയതുകൊണ്ട് തന്നെ അവർ ശബ്ദമുണ്ടാക്കുകയാണ്. ഈ ശബ്ദം കേട്ട് അപ്പുറത്തെ മൗണ്ടനിൽ ഒരു മനുഷ്യൻ വരുന്നു. ഇത് കണ്ടത് സ്പോട്ട് അതിന് പിന്നാലെ പോവാൻ നോക്കുകയാണ്. പക്ഷെ ആർലോ അവനെ തടയുകയും യാത്ര തുടരുകയും ചെയ്യുന്നു. പിന്നീട് തണ്ടേഴ്സ് വന്ന് അവരെ ആക്രമിക്കുകയാണ്. സ്പോട്ടിനെ അവർ കൊണ്ടുപോകുകയും ആർലോ താഴെ വീണ് വള്ളികളിൽ പെട്ടുപോകുകയും ചെയ്യുന്നു. അപ്പോൾ ദിനോസർ അച്ഛൻ ആർലോയുടെ അടുത്ത് വന്ന് അവനെ രക്ഷിക്കുന്നു. പോകുന്ന വഴിയിൽ ഫുട് പ്രിന്റ് നോക്കുമ്പോൾ അത് ദിനോസർ അച്ഛനല്ല, അവന്റെ ആത്മാവാണെന്ന് ആർലോയ്ക്ക് മനസ്സിലാവുന്നു. സ്പോട്ടിനെ കണ്ടുപിടിക്കാനും ദിനോസർ അച്ഛൻ പറയുന്നു. അങ്ങനെ സ്പോട്ടിനെ രക്ഷിക്കാനായി തണ്ടറിന്റെ അടുത്ത് പോയി അവനെ രക്ഷിക്കുന്നു. എന്നാൽ ആർലോ വെള്ളത്തിനടിയിൽ പെട്ടുപോകുന്നു. ഒരു വിധത്തിൽ രണ്ടുപേരും രക്ഷപ്പെടുന്നു. അങ്ങനെ അവർ നടന്നു നീങ്ങുന്നു. പെട്ടെന്ന് വഴിയിൽ പിന്നെയും ആ മനുഷ്യൻ വരികയും സ്പോട്ട് അവരുടെ അടുത്തേക്ക് നടക്കുകയും ചെയ്യുന്നു. അപ്പോഴാണത് അവന്റെ ഫാമിലിയാണെന്ന് മനസ്സിലാകുന്നത്. ഇത് കണ്ടതും അവർ ഒരുപാട് സന്തോഷിക്കുന്നു. പക്ഷേ സ്പോട്ടിന് ആർലോയുടെ കൂടെ പോവാനായിരുന്നു താല്പര്യം. എന്നാൽ ആർലോ അതിന് സമ്മതിക്കാതെ ഫാമിലിയുടെ ഒപ്പം പോകാൻ വേണ്ടി പറയുന്നു. രണ്ടുപേരും പിരിയുന്നതിൽ ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ ആർലോ ഫാമിലിയെ അന്വേഷിച്ച് അവസാനം അവരുടെ അടുത്ത് എത്തുകയാണ്. അവൻ അമ്മയെയും ലിപ്പിയെയും ബക്കിനെയും കാണുകയാണ്. ആർലോയെ കണ്ട് അവരെല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നു. അവസാനം അവന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ പേടിയെല്ലാം മാറ്റി സ്വയം വീട് കണ്ടുപിടിച്ച് വലിയൊരു നേട്ടം തന്നെ കൈവരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനും അവന്റെ ഫുട് പ്രിന്റ് അവിടെ പതിപ്പിക്കുകയാണ്. അങ്ങനെ ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനിയും ഇതുപോലുള്ള മൂവി എക്സ്പ്ലനേഷൻസ് കാണാനായി എക്സ്പ്ലനേഷൻ ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.